ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി അൺടോൾഡ് സ്റ്റോറീസ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹീൽസിൻ്റെ കുറച്ച് സാൻഡൽസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷൂട്ടോപ്പിയ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുറച്ച് ഹീൽസ് നോക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഹീൽസ് ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഹൈറ്റ് ഉള്ള പോലെ തോന്നിക്കും. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ഹീൽസ് അങ്ങനെ എടുത്ത് കാണിക്കില്ല. ബട്ട് നമുക്ക് ഇപ്പം കുർത്തീസോ സൽവാറോ അല്ലെങ്കിൽ നമ്മൾ ലെഹങ്ക അങ്ങനത്തെ ഒക്കെ ഇടുന്ന സമയത്ത് കുറച്ച് ഹൈറ്റും തോന്നിക്കും. അപ്പം ഫസ്റ്റ് വൺ ഇതായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക, അത്ര ഹൈ റേറ്റിൻ്റെ അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഇഷ്യൂസ് നമുക്ക് വെയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു സാധനമൊക്കെ നമുക്കിങ്ങനെ നമ്മുടെ ലെഗ്സിൽ കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വൺ ടൈം ആയിട്ട് ജസ്റ്റ് നമുക്കിപ്പം ഫങ്ഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ആ ഒരു റേറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഹീൽ സാൻഡൽസ് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ 37 ആണ് ചൂസ് ചെയ്തത് എൻ്റെ ഒരു സൈസ് അനുസരിച്ച്. നമുക്ക് സൈസ് ചാർട്ടൊക്കെ അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഹീൽസ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം ജസ്റ്റ് കവറിങ് ആയിട്ടുള്ള ഓപ്പൺ ബാക്ക് ആയിട്ടുള്ള ഒരു ഹീൽസ് ആണ്. ട്രാൻസ്പെറൻ്റ് ആണ്, കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഹീൽസ് ആണ് വരുന്നത്. നമുക്ക് അങ്ങനെ ആ ഹീൽ അങ്ങനെ മനസ്സിലാവത്തില്ല. റോസ് ഗോൾഡിൻ്റെ കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പം അല്ലാത്ത എല്ലാ സ്ഥലവും ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ അടിയിൽ മാത്രം ജസ്റ്റ് ഒരു സപ്പോർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രിപ്പൊക്കെ അത്യാവശ്യം നല്ല ഗ്രിപ്പാണ്, അങ്ങനെ തെന്നിപ്പോവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനിത് സെലക്ട് ചെയ്തില്ല, കാരണം എൻ്റെ ലെഗ്സിനിത് അത്ര ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല ഇട്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ലെഗ് ഓരോ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ സാൻഡൽസ് ഇടുമ്പോൾ ഉള്ള ഭംഗി വരിക. അപ്പം ഫസ്റ്റ് വൺ ഇതാണ്. ജസ്റ്റ് ഓപ്പൺ ബാക്ക് ആയിട്ടുള്ളൊരു പ്ലെയിൻ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഹീൽസാണ്. അപ്പോൾ ഈ ഒരു റേറ്റിന് ഇത് ശരിക്കും പറഞ്ഞാൽ ലാഭമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ഹീൽസും നമ്മൾ വിചാരിക്കുന്ന പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ലുക്കും വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഓൾസോ ഷൂട്ടോപ്പിയയുടെ തന്നെ ഒരു നെക്സ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹീൽ സാൻഡൽസ് ആണ്. അപ്പം ഈ ഒരു സാൻഡൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ ബാക്ക് അത്ര ഓപ്പൺ അല്ല, പിന്നെ ഫ്രണ്ടിലെ കവറിങ് ആണെങ്കിലും വലിയ വിഴുത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു വിടുത്ത് മാത്രമല്ല, ജസ്റ്റ് സപ്പോർട്ട് പോലെ ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ബാക്കിലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൽറ്റ് പോലത്തെ ഒരു ക്ലോസിങ് ആണ് വരുന്നത്. നമുക്ക് ഒരു സപ്പോർട്ട് പോലെ ബാക്കിൽ സപ്പോർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ബെൽറ്റൊക്കെ ഇടുന്ന പോലെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ലെഗിൻ്റെ ആ ഒരു സൈസിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റും. അപ്പോൾ നമുക്കിതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കൊരു ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ ഫങ്ഷനൊക്കെ പോകാനാണെങ്കിൽ ജസ്റ്റ് ഇപ്പം വണ്ടിയിലൊക്കെ ഇരുന്നിട്ടൊക്കെ വരികയാണ്, അധികം അങ്ങനെ നടക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു എന്താ പറയുക സാൻഡൽസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബക്കിളൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇനിയും സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് കുറച്ചും കൂടി ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും മുന്നത്തതൊരു ഗോൾഡ് എംബലിഷ്ഡ് ആയിട്ടുള്ളൊരു സാൻഡലായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി വരുമ്പോൾ അങ്ങനെ ഗോൾഡ് എംബ്ലിഷ്മെൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്കിൻ ടോൺ വരുന്ന ടൈപ്പ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു തിളങ്ങുന്ന ടൈപ്പ് ഒന്നുമല്ല. ഇതും വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്കാണ് വരുന്നത്. അപ്പോൾ ഇതിട്ടാലും നമുക്ക് അങ്ങനെ ഒരു ഹീൽസ് ഇട്ട് നിൽക്കുന്ന പോലെ തോന്നില്ല, എന്നാൽ നമുക്ക് ഹീൽസിൻ്റെ ഒരു എഫക്റ്റും കിട്ടുന്ന ടൈപ്പ് ഒരു സാൻഡൽസാണ്. അപ്പം ഷൂട്ടോപ്പിയുടെ അധികം സാൻഡൽസും അങ്ങനെ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ ആദ്യം കാണിച്ച സാൻഡൽസിൻ്റെ തന്നെ വേറൊരു മോഡലാണ്. പക്ഷേ മുന്നേ ഞാൻ റോസ് ഗോൾഡ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് വരുന്നത് ഒരു സിൽവർ എംബലിഷ്ഡ് ആയിട്ടുള്ള സാൻഡൽസാണ്. അപ്പോൾ ഇതും സെയിം തന്നെയാണ്. അതായത് ഇതിൻ്റെ ഹീൽസും നോക്കുവാണെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആണ്, സെയിം സൈസ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ആ ഒരു ബോഡി കളർ വരുമ്പം ഇവിടെ സിൽവറാണ്, മുന്നേ കാണിച്ചത് ഗോൾഡാണ്. അപ്പോൾ ഇതിൻ്റെ കംഫർട്ടബിൾ കാര്യം പറയുകയാണെങ്കിലും സെയിം കംഫർട്ടബിൾ ഫീലിംഗ് തന്നെയാണ്. അതായത് നമുക്ക് ചെറിയ ഡിസ്റ്റൻസിലൊക്കെ വോക്ക് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. പിന്നെ ആ ഒരു ഔട്ടർ കവറിങ് ഉണ്ടല്ലോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിങ്, അത് കുറച്ചൊരു നമ്മുടെ ടൈറ്റായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചൊരു ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. മേ ബി ക്വാളിറ്റി ഇഷ്യൂസ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ കാലിൻ്റെയൊക്കെ ഓരോരുത്തരുടെ സൈസ് വ്യത്യാസം വരുന്ന പോലെ ചിലപ്പം ചിലർക്ക് ആ സ്ഥലത്ത് ഒതുങ്ങി കിടക്കുകയാണെങ്കിൽ അത്ര ഒരു ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഇല്ല. നമ്മളെപ്പോഴും ട്രൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു സാൻഡൽസ് ചൂസ് ചെയ്യാം.
ഇതിൻ്റെ റേറ്റ് നോക്കുവാണെങ്കിലും ഒരു 467 ഒക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. പക്ഷേ ഹൈ ക്വാളിറ്റീൻ്റെ നല്ല മെറ്റീരിയലിൻ്റെ ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ജസ്റ്റ് 1 ഡേ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു സാൻഡൽസ് ധാരാളം മതിയാവും ഈ ഒരു റേറ്റിന്. സോ നെക്സ്റ്റ് വൺ, ബ്രാൻഡ് വ്യത്യാസമുണ്ട്. നിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ആണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. അപ്പം ഈ ഒരു സാൻഡൽസും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹീൽസ് വരുന്ന, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഔട്ടർ കവറിങ് വരുന്നൊരു സാൻഡൽസാണ്. അപ്പം ഇതും എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ആ മേലത്തെ ആ ഒരു കവറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള കവറിങ് ആണ്. പക്ഷെ കുറച്ചൊരു നമ്മുടെ കാലിലിങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുന്ന പോലെ ഒരു ഫീൽ വരും. അപ്പം ഓരോരുത്തരുടെ, പിന്നെ ഞാൻ പറയണം, ഓരോരുത്തരുടെയും ലെഗ്സ് പോലെ ഇരിക്കും ആ ഒരു സ്റ്റൈലിങ് വരുന്നത് ആക്ച്വലി. അപ്പം എൻ്റെ ലെഗ്സ് കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ സ്കിന്ന് കുറച്ചിങ്ങനെ ഉന്തി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മെലിഞ്ഞിരിക്കുന്ന കാലൊക്കെ ആണെങ്കിൽ ചിലപ്പം അതത്ര അങ്ങനെ എടുത്ത് കാണിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളെപ്പോഴും ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ എനിക്ക് ഈ ഒരു ഹീൽസ് അങ്ങനെ വലിയ ഡിസ്കംഫോർട്ടോ ഒന്നും തോന്നിയില്ല. അങ്ങനെ കാഴ്ചയിലുള്ളൊരു ഭംഗിക്കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്റ്റിൽ അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ കൂടുതൽ വിലയ്ക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്